വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. വെല്ലുവിളികളും പ്രയാസങ്ങളും നമ്മെ പരീക്ഷിക്കുന്ന സമയങ്ങളുണ്ട്. ഈ പ്രശ്നത്തെ എപ്രകാരം നേരിടും എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ധൈര്യസമേതം അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി മുന്നേറുക എന്നതാണ് നമ്മുടെ ദൗത്യം. സമാധാനം, സന്തോഷം, സംതൃപ്തി എന്നിവയിലൂടെ നമ്മുടെ സന്തോഷം നമ്മെ വ്യക്തിപരമായി ആശ്രയിച്ചിരിക്കുന്നു. ഓരോ ചെറിയ കാര്യത്തിലും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യാം. കൂടാതെ എളിമയും സമാധാനവും ഉണ്ടാകുന്നവനും സൗമ്യനും ധൈര്യം ഉള്ളവനായിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നാം നേടിയെടുക്കേണ്ടത്. നാം അനുഭവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച സന്തോഷവും. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വേണ്ടിയുണ്ട്. അവിടുന്ന് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. അവനെപ്പോഴും നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഈ അനുഗ്രഹങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? നിത്യമായ ഒരു രാജ്യത്തിൽ എത്തിച്ചേരുവാൻ യേശു നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വർഗരാജ്യം നമ്മുടെ വർത്തമാന കാലത്തിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നതിന് പൊരുത്തപ്പെടുന്ന സമൂലമായ ഒരു ദർശനം ഇന്ന് ഈശ്വനാഥൻ നമുക്ക് കാണിച്ചു നൽകുന്നു ഈ അഷ്ടസൗഭാഗ്യത്തിലൂടെ. യേശുവിന്റെ നാമത്തിൽ അടിച്ചമർത്തുന്ന ശക്തികളോട് പോരാടിക്കൊണ്ട്, വലിയ വില കൊടുത്തുകൊണ്ട്, രാജ്യത്തിന്റെ സന്തോഷ വാർത്ത ലോകം മുഴുവനും അറിയിച്ചുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി ആത്മാക്കളെ നിരന്തരം നേടിയെടുക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം. യേശുവിനും സുവിശേഷത്തിനും വേണ്ടി നമുക്ക് അധ്വാനിക്കാം. കാരണം അവന്റെ ശത്രുക്കൾ നിരന്തരമായി അവരുടെ രാജ്യത്തിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. അവസാന വാക്ക് ദൈവത്തിനാണെന്ന ഉറപ്പോടുകൂടെ ആളുകൾ ദൈവവചനം സ്വീകരിക്കുന്നതും യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം നടത്തുന്നതും സ്വതന്ത്രരാകുന്നതും നമുക്ക് കാണാം. അവയെല്ലാം കാണുമ്പോൾ നമുക്ക് സന്തോഷപൂർവ്വം പറയാം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.